ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ടോയ് ഗ്രേഡ് RC ആണ് കേട്ടോ. ടോയ് ഗ്രേഡ് RC എന്ന് പറയുമ്പോൾ വേറെ ലെവലാണ്. ഇത് മറ്റേ സ്മോക്കൊക്കെ വരുന്ന ടൈപ്പ് ഒരു സാധനമുണ്ട്. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു മോഡലാണ്. പുതിയ എന്താ പറയുക, ഭയങ്കര അടിപൊളി ഡിസൈനാണ്. സ്പോയിലറും ടയറും ഒക്കെ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. അതായത് സ്പ്രേ മെറ്റൽ റേസിംഗ് എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇതിൽ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് സംഭവം എന്ന്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇത് 6+H എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ ചാർജർ. ഇങ്ങനെ ഒരു കേബിളാണ് ഇതിൻ്റെ ഒപ്പം കിട്ടുക, ചാർജർ. പിന്നെ ഇതൊരു ബാറ്ററി. പിന്നെ ഈ സ്മോക്കിൻ്റെ ഇതിനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു ബോട്ടിലും കൂടി അതിൻ്റെ ഒപ്പം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഊരിയെടുക്കാൻ നൈസായിട്ട്. സംഭവം സെറ്റാണ്ടോ, ഭയങ്കര ലുക്കൊക്കെയാണ് കാണാനായിട്ട്. നമുക്കത് റിമോട്ട് ഊരിയെടുക്കാം. അതായത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ തിരിച്ച് നമുക്കിത് ഊരാൻ പറ്റും. ഇങ്ങനെയാണ് കേട്ടോ അത് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈ ബോക്സിലിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊണ്ടുപോകാം. അതായിരിക്കും സേഫായിട്ട് നിൽക്കുക. റിമോട്ട് പോരുന്നില്ലല്ലോ, ജാമായിട്ടിരിക്കണം. ഒന്ന് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ റിമോട്ട്. ഭയങ്കര ചെറിയൊരു റിമോട്ടാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള റിമോട്ടാണ്, ഭയങ്കര നൈസ് ഡിസൈനൊക്കെയാണ്. അപ്പോൾ നമുക്കിനി കാർ ഊരിയെടുക്കാം. കാർ ഇതിൻ്റെ അടിയിലായിരിക്കും എൻ്റെ സാധനം. ഇങ്ങനെ തിരിച്ച് നമുക്ക് കാറും ഊരിയെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളങ്ങനെ കാറും ഊരിയെടുത്തിരിക്കുകയാണ് ഗൈസ്. കാറ് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ലുക്കാണ് സംഭവം കാണാനായിട്ട്. കണ്ടോ, അതിൻ്റെ ഒരു ടയറാണെങ്കിലും സ്പോയിലർ, പിന്നെ ബാക്ക് ബമ്പർ, ഫ്രണ്ട് ബമ്പർ, ഭയങ്കര ഒരു വിൻറ്റേജ് ടൈപ്പ് എന്താണ് മോഡിഫൈ ചെയ്ത ഒരു കാറ് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അതായത് നമുക്ക് നൈസായിട്ടുള്ള റോട്ടിൽ കൂടെ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. റോഡ് കാറാണ് സംഭവം. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്മോക്ക് വരുന്നൊരു മെഷീൻ. ഇതിൻ്റെ സെറ്റപ്പ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ സംഭവം ഇതാണ് കേട്ടോ. സംഭവം കൊള്ളാമല്ലേ, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഇത് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാറ്ററി ഇടാനുള്ള സെറ്റപ്പാണ്. 2 AA ബാറ്ററി നമുക്ക് ഇതിൽ ഇടാം. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, സ്വിച്ചാണ് കേട്ടോ. അതായത് പ്രൊപ്പോർഷണൽ അല്ല. അതായത് കണ്ടോ, ഇങ്ങനെ സ്റ്റിയറിംഗ് ആണെങ്കിലും ആക്സിലേഷൻ ആണെങ്കിലും സ്വിച്ചാണ്. 5 സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല. പിന്നെ 2 സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്താ സംഭവം എന്ന് കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ബാറ്ററി ഇടാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം അയോൺ ബാറ്ററിയാണ്. അതായത് എന്താ പറയുക, ഒരു 3 നിക്കൽ കാൽമിയം ബാറ്ററിയുടെ പവർ കാണിക്കും ഒരു ലിഥിയം അയോൺ ബാറ്ററി. അതാണ് സംഭവം. അപ്പോൾ ഒറ്റൊരു ബാറ്ററി ഉള്ളൂ, അത് നമുക്കിടാം. നമുക്കിനി അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. വേറെ ബാറ്ററിയൊക്കെ മാറ്റിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിലങ്ങ് ഓടിച്ച് നോക്കാം എന്താണ് സംഭവം എന്നൊക്കെ നോക്കാം. എന്താ ലൈറ്റ് കത്തി, ലൈറ്റ് കത്തുമ്പോഴത്തേക്ക് ഒരു ലോക്കൽ ഫീൽ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, എന്നാലും കൊള്ളാം. ഗൈസ്, നമ്മളങ്ങനെ നമുക്ക് അവിടെ ഓടിക്കാൻ പറ്റത്തില്ല. അത് കാരണം നമ്മൾ നൈസായിട്ട് റോട്ടിലോട്ട് ഇറക്കിയിരിക്കുകയാണ്. സ്റ്റിയറിംഗ് ഒക്കെ സെറ്റാണ്, ആക്സിലേഷൻ സംഭവങ്ങളൊക്കെ സെറ്റാണ്. ഉണ്ടോ, ഒരു സ്വിച്ചാണ് കേട്ടോ. ഒരു സ്വിച്ച് പോലെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റില്ല. ഒരു പവറുള്ളൂ. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഓടിച്ച് നോക്കാം. റോഡിൽ വണ്ടിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ രാവിലെ ആയത് കാരണം ഇല്ല. റോട്ടിൽ കുഴപ്പമില്ല. ഇതാണ് ഇതിൻ്റെ സ്പീഡ്. അതായത് ഒരു 15 കിലോമീറ്റർ സ്പീഡാണ് പറയണത്. ഭയങ്കര രസമുണ്ട് ഇങ്ങനെ ഓടി വരുന്നത് കാണാനൊക്കെ ആയിട്ട്. ഇതൊരു റോഡ് കാർ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇതേപോലത്തെ ഒരു ടറയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ രാവിലെ കാരണം വണ്ടികൾ, ചെറിയ വണ്ടികളൊക്കെ ഉണ്ട്. എങ്ങാനും കയറി കഴിഞ്ഞാൽ പൊട്ടി തവിട് പൊടിയാവും. ലോറികളൊക്കെ പോകുന്നുണ്ട്. എന്നാലും നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടിക്കാം, സീനില്ല. കണ്ടോ, ഓടി വരുന്നതാണ് ഭയങ്കര രസമൊക്കെ ഉണ്ട്. ഓ ഗൈസ്, ഇതാണ്ട് ഇതിൻ്റെ സ്പീഡ്. ഇത്ര സ്പീഡ് ഉണ്ട്. നമുക്കിനി സ്പീഡ് കൂട്ടാൻ പറ്റുമോ നോക്കാം. ബാറ്ററി ചേഞ്ച് ചെയ്ത് നോക്കാം. നമുക്കുള്ള ചെയ്യാൻ പറ്റുന്ന പരിപാടികളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം ഇതിനകത്ത്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. സംഭവം കൊള്ളാം കേട്ടോ. ഇങ്ങനെ ഓടി വരുന്നത് കാണാനൊക്കെ ഭയങ്കര ഭംഗിയുണ്ട്. ആ ലുക്ക് ഒരു രക്ഷയില്ല, പൊളി.
പിന്നെ ഇതിൻ്റെ റേഞ്ച് ഏകദേശം എന്താ പറയുക ഒരു 50 മീറ്റർ ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ താഴെയൊക്കെ ആയിരിക്കും കിട്ടുക. നമുക്ക് ഇവിടെ റേഞ്ച് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവിടെ റേഞ്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ അടി പോവും, കാരണം നമ്മൾ മെയിൻ റോഡിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒറ്റ ഹാൻഡിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാം. വേറെ ചെറിയ റിമോട്ട് ആയത് കാരണം ഒരൊറ്റ ഹാൻഡിൽ നമുക്കിത് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പോൾ മെയിൻ റോഡിൽ കൂടെ ആട്ടോ ഓടിക്കണത്. പോലീസുകാരപ്പുറത്ത് നിൽപ്പുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഓടിക്കുമായിരിക്കും. ഗൈസ്, അപ്പോൾ നമുക്കിനി സ്മോക്ക് വരുത്താനുള്ള പരിപാടി നോക്കാം. എങ്ങനെയാണ് നമുക്കിതിൽ സ്മോക്ക് വരുത്തുന്നത്? ഇതാണ് ഇതിൻ്റെ ബോട്ടിൽ, അതിൻ്റെ ഒപ്പം കിട്ടുന്നൊരു ബോട്ടിലാണ്. അതിനകത്ത് കുറച്ച് വെള്ളം നമ്മളെടുക്കുക, നൈസായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം, ഞാൻ കുറച്ച് വെള്ളം എടുത്തുള്ളൂ. അപ്പോൾ അത് നൈസായിട്ട് അത് ഒഴിച്ചിട്ട് നമ്മളത് ടൈറ്റ് ചെയ്ത് അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം നമ്മുടെ റിമോട്ട് എടുക്കുക, കാർ ഓണാക്കണം. റിമോട്ട് എടുത്തിട്ട് ആക്സിലറേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്വിച്ച് ഉണ്ട്, അതിൽ ഞെക്കി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയുടെ ഇത് എവിടെ നിന്നാണ് ഈ പുക വരുന്നത്? ഈ ചെറിയൊരു സംഭവത്തിൽ ഇത് എങ്ങനെ പുക ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. കൊള്ളാട്ടോ, അടിപൊളി. ഇവിടെ മറ്റേ പുക അടിച്ചിട്ട് ഈർപ്പം തട്ടിയിട്ട് അവിടെ വെള്ളമാവുന്നു. ഇതെങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്സ് എന്നറിയില്ല, പക്ഷെ സംഭവം കൊള്ളാം എന്തായാലും, അടിപൊളി. ഏതൊരു സ്വിച്ച് പിടിച്ചേക്കിട്ട് തനിയെ കാർ പോയി. അപ്പോൾ ഗൈസ്, റിമോട്ടിൻ്റെ ആക്സിലറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വിച്ചിൽ ഞെക്കി കഴിയുമ്പോഴാണ് ഇതേപോലെ പുക വരുന്നത്. ഓഫ് ചെയ്താൽ ഓഫ് ആവും, ഓണാക്കും. സഡൻ ആക്ഷൻ ഉണ്ടോ, അടിപൊളി. അതേപോലെ ഇതുണ്ട് ആക്സിലറേറ്റ്. ഗൈസ്, പുക വരുന്ന സൗണ്ട് കേട്ടോ. ഇത് രാത്രി ഉണ്ടോ ഇതിൻ്റെ സെറ്റപ്പ് അറിയാൻ പറ്റുള്ളൂ. ഞാൻ രാത്രിത്തെ ഒരു വിഷ്വൽസ് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സ്വിച്ച് ഓട്ടോമാറ്റിക് ഡെമോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ് ഫ്രണ്ടോട്ടും ബാക്കോട്ടും ഇങ്ങനെ പോയി സ്മോക്ക് വന്ന് അങ്ങനെ ഇങ്ങനെ ഡെമോ കാണിച്ചുകൊണ്ടിരിക്കും. അത് നമ്മളിവിടെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണിവാളും വണ്ടി കാറിലോട്ടെടുത്തിട്ടും കയറിപ്പോവും. അപ്പോൾ ഞാനിതിൻ്റെ രാത്രിത്തെ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം. ഗൈസ്, രാത്രി ഉണ്ടോ കിടിലൻ, കണ്ടോ? അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുന്നത് ഇപ്പോഴും ഈ ഒരു സമയത്താണ്. അതായത് സ്മോക്കും പിന്നെ അതിൻ്റെ ഇപ്പോൾ ലൈറ്റും കൂടി വരാൻ നേരത്ത് എന്താ പറയുക, ഇപ്പോൾ ഉണ്ടോ ഒറ്റടിക്ക് ഓഫ് ആവും, ഒറ്റടിക്ക് ഓണാവും, ഒറ്റടിക്ക് ഓഫ് ആവും, ഒറ്റടിക്ക് ഓണാവും. സിമ്പിൾ സംഭവം, കൊള്ളാട്ടോ, അടിപൊളി. ഇതിങ്ങനെ രാത്രി നമ്മളിപ്പോൾ റൂമിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഓടിക്കുവാണെങ്കിൽ ഭയങ്കര രസമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സംഭവം. കണ്ടോ, കറക്റ്റ് എക്സോസ്റ്റിൽ നിന്ന് പുക പോണ പോലെ തന്നെ ഉണ്ട്. ഗൈസ്, ഈ പുക വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ, പക്ഷേ ഇതുവരെയായിട്ട് ഈ പുക നിന്നിട്ടില്ല. സംഭവം കൊള്ളാട്ടോ, അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്, എന്താ പറയുക, ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, ചെറിയൊരു RC കാറാണ്. പിന്നെ നൈറ്റ് ഉണ്ടോ ഇത് ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കാണാനായിട്ട്. ഞാൻ നേരത്തെ കാണിച്ച ലൈറ്റും കാര്യങ്ങളൊക്കെ നൈറ്റിലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ സംഭവം അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 2800 രൂപ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. പിന്നെ ഓൺലൈനിൽ കാര്യങ്ങളൊന്നും ഞാനിത് നോക്കിയിട്ടില്ല, അവൈലബിൾ ആണെന്നൊന്നും നോക്കിയിട്ടില്ല. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. ഇപ്പോൾ ഒരു പുതിയ മോഡൽ വന്നപ്പോഴത്തേക്ക് നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ. സംഭവം വെറൈറ്റി അല്ലേ, വെറൈറ്റി ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഒരു RC കാർ വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഷോപ്പായിട്ട് കോൺടാക്ട് ചെയ്യുക. ആ ഷോപ്പിൻ്റെ
കോൺടാക്ട് ഡീറ്റെയിലും ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൂടി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ റോക്ക് ക്രോളേഴ്സ് 1/10 സ്കെയിൽ RC കാർ അവിടെ ഓഫർ പ്രൈസിൽ എന്തോ 4800 രൂപ റേഞ്ചിൽ ഓഫർ പ്രൈസിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരും അവിടെ ചെല്ലുക. അല്ലെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊറിയറായിട്ട് നമ്മുടെ വീട്ടിലെത്തിച്ചു തരും. അതായത് ഈ കോവിഡിൻ്റെ ഒക്കെ സീനുള്ളതുകൊണ്ട് നമുക്ക് കൊറിയറായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് മേടിക്കാം. അതായിരിക്കും കുറച്ചും കൂടി സേഫ്. അതേപോലെ തന്നെ 500 രൂപ, അതായത് 500 to 1000 റേഞ്ചിൽ RC കാർസ് ഇരിക്കുന്നുണ്ട്. പുതിയ കുറച്ച് സ്റ്റോക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അന്വേഷിക്കാവുന്നതാണ് സംഭവങ്ങളും കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വെറൈറ്റി RC കാറായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഗൈസ് അടുത്ത RC ആയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.